അസ്ലമോയമാണ്. മയമ്പയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡൽഹി കാശ്മീർ ട്രിപ്പ് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. ഡൽഹിയും കാശ്മീരൊക്കെ ഇപ്പോൾ കാശ്മീരൊക്കെ ഇപ്പം മഞ്ഞ് പെയ്യുന്ന സമയമാണ്. താഴ്വാരങ്ങളിലേക്ക് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് സമയങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പച്ചപ്പുള്ള കാശ്മീരിനേക്കാളും ഭംഗി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഓരോരുത്തർക്കും ഓരോരുത്തർ ഭംഗിയാണ്. അപ്പോൾ മഞ്ഞ് മൂടിയിരിക്കുന്ന മനോഹരമായ താഴ്വാരങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഈ സമയം നിങ്ങൾ പ്ലാൻ ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ ആഗ്രയും ഡൽഹിയും അതുപോലെ എങ്ങനെ ആഡ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് നമ്മൾ എപ്പിസോഡിൽ സംസാരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. അത് നമ്മൾ 16-317 എന്നുള്ള ട്രെയിൻ, ഫ്രൈഡേ വിടുന്ന ട്രെയിൻ ഏകദേശം 56 മണിക്കൂർ യാത്ര ചെയ്താൽ ഉദംപൂർ എന്നുള്ള സ്ഥലത്തെത്തും. ആ സ്റ്റേഷൻ്റെ പേര് ഇപ്പം മാറ്റിയിട്ടുണ്ട്, MCTM എന്നാണ്. അവിടെ നിന്ന് ബൈ റോഡ് നമ്മളൊരു 3 മണിക്കൂർ യാത്ര ചെയ്താൽ ബലിഹാലെത്തും. അവിടെ നിന്ന് വീണ്ടും നമ്മൾ ട്രെയിനിന് പോയി കഴിഞ്ഞാൽ ശ്രീനഗരത്തും. അല്ലെങ്കിൽ ഉദംപൂർ നേരെ ഡയറക്റ്റ് ഷെയർ ടാക്സി വിളിച്ച് പോകാൻ പറ്റും. ഇനി നമ്മൾ അങ്ങനെ പോകുന്നില്ല, തിരിച്ച് നമ്മൾ ആഗ്രയും ഡൽഹിയും കണ്ട് തിരിച്ച് അങ്ങനെ പോകുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ആഗ്രയിലേക്ക് വന്ന്, ആഗ്രയിൽ നിന്ന് ഡൽഹി വന്ന്, ഡൽഹിയിൽ നിന്ന് ജമ്മു വന്ന്, ജമ്മുന്ന് നമ്മൾ ഷെയർ ടാക്സിയോ അല്ലെങ്കിൽ ട്രെയിനോ ശ്രീനഗറിൽ എത്താൻ പറ്റും. ഡയറക്റ്റ് ഈ ട്രെയിൻ ഈ റൂട്ട് ഇതുവരെ വന്നില്ല. ജനുവരിയിൽ സർക്കാർ പുതിയ സംഭവം വരും എന്നൊക്കെ പറയുന്നു. കഴിഞ്ഞ ജനുവരിയിൽ വരും എന്നാണ് പറഞ്ഞത്. ഇതുവരെ ഇപ്പം വന്നിട്ടില്ല. എപ്പോഴാണ് നമുക്കറിയില്ല, സർക്കാരിൻ്റെ കാര്യമായതുകൊണ്ട്. അപ്പം ആ റൂട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഡൽഹി വന്ന് ഡൽഹിയിൽ നിന്ന് അടുത്ത ട്രെയിൻ പിടിച്ച് ജമ്മു പോകാൻ പറ്റും. ജമ്മു നമുക്ക് ഷെയർ ടാക്സി പ്രകാരം ഏകദേശം 10 മുതൽ 12 മണിക്കൂർ യാത്രയുണ്ട്. 800-1000 രൂപയ്ക്കാണ് ചാർജ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബസ് ഉണ്ട്. ആ രീതിയിൽ നമുക്ക് ശ്രീനഗർ എത്താൻ പറ്റും. ശ്രീനഗറിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പെഹൽഗാം, ഗുൽമർഗ്, സോനമാർഗ്, ഗുറൈസ് വാലി, യൂസ്മർഗ്, ദൂത്പാത്രി അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഒരു 5 ഡേയ്സോ അല്ലെങ്കിൽ 4 ഡേയ്സോ ഇവിടെ ഉണ്ടെങ്കിൽ കാശ്മീർ നമുക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റും. ഇനി ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിൽ എത്തിയിട്ട് നമുക്ക് കുറച്ചും കൂടി നമ്മുടെ പൈസ ഉണ്ടെങ്കിൽ ബൈ ഫ്ലൈറ്റ് മുഖാന്തരം നമുക്ക് ശ്രീനഗർ പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം ഈ ഒരു യാത്രയ്ക്ക് നമ്മൾ ഏകദേശം 2 ദിവസം കാണണം. 2 പകലോ അല്ലെങ്കിൽ ഒരു രാത്രിയോ ഒരു പകലോ കാണണം. അപ്പോൾ ആ സമയം നമുക്ക് ഒരു 3000-4000 രൂപയ്ക്ക് ഫ്ലൈറ്റ് കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം ഡൽഹിയിൽ നിന്ന് ജമ്മു എത്തുന്ന ട്രെയിൻ, അവിടെ നിന്ന് ഷെയർ ടാക്സി നോക്കുമ്പോൾ ഏകദേശം 2000 രൂപ 1500 രൂപ ചിലവാകും. ആ ചിലവിന് പകരം കുറച്ചും കൂടി നമ്മൾ പൈസ ഉണ്ടെങ്കിൽ ബൈ ഫ്ലൈറ്റ് പോകാനായിരിക്കും വൺ സൈഡ് പോകുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ഡൽഹി നമുക്ക് എങ്ങനത്തെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും? റെഡ് ഫോർട്ട്, ജമാ മസ്ജിദ്, കുത്തബ് മിനാർ, സരോജിനി മാർക്കറ്റ്, അങ്ങനെ ഇഷ്ടംപോലെ മാർക്കറ്റുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി 2 ദിവസം 1 ദിവസം നമുക്ക് പ്ലാൻ ചെയ്യാം. ആഗ്രയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ട്രെയിൻ ഇല്ല. അങ്ങനെ മധുര ജംഗ്ഷൻ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് അരമണിക്കൂർ കൊണ്ട് നമുക്ക് ആഗ്രയിലെത്തി തിരിച്ച് നമുക്ക് ഡൽഹി പോയി അങ്ങനെയും പോകാൻ പറ്റും. അപ്പോൾ താജ്മഹൽ കാണാൻ പറ്റും, ഡൽഹി കാണാൻ പറ്റും, ശ്രീനഗർ കാണാൻ പറ്റും, ആ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഏകദേശം നമുക്ക് ഡൽഹി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി 2 ദിവസം, കാശ്മീർ എക്സ്പ്ലോർ ചെയ്യാൻ 2 ദിവസം, താജ്മഹൽ എക്സ്പ്ലോർ ചെയ്യാൻ 1 ദിവസം, അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ 12 ഡേയ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ബഡ്ജറ്റ് ഒരു 10-15K അല്ലെങ്കിൽ 10-20K നമ്മൾ ഡിപ്പെൻസ് ആണ്. ട്രെയിനിന് പോകുന്നുണ്ടെങ്കിൽ, ഫ്ലൈറ്റിന് പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പൈസ കൂടും. ഇനി നിങ്ങൾക്ക് ഇതൊന്നും ഓപ്ഷൻ ഇല്ല, ഡയറക്റ്റ് കൊച്ചിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഫ്ലൈറ്റ് എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പല പാക്കേജുകളും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന പാക്കേജുകൾ വളരെ കുറവാണ്. ജമ്മു ടു ജമ്മു പാക്കേജുകളുണ്ട്, അതുപോലെ തന്നെ ശ്രീനഗർ പാക്കേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് പാക്കേജും അതുപോലെ തന്നെ ബഡ്ജറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. അപ്പം ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാരിലെത്തിക്കുക. ഒരുപാട് പേര് ഈ സമയത്ത് യാത്ര പ്ലാൻ ചെയ്യുന്നത് അവർക്ക് ഏറ്റവും എളുപ്പമായിരിക്കും. അപ്പോൾ OMV യൂട്യൂബ് ചാനൽ സന്തോഷത്തോടെ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളോട് ഒരുപാട് നന്ദി. ഗുഡ് ബൈ.